നമ്മൾ മീൻ വാലി തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മളോട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. പ്രൂവ് ദാറ്റ് ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇങ്ങനൊരു ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മീൻ വാലി തിയറം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണെന്നാണ്. അപ്പോൾ ഈ മീൻ വാലി തിയറം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫംഗ്ഷൻ വേണം, പിന്നെ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, പിന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ നമുക്കൊരു സി കിട്ടും. സച്ച് ദാറ്റ് ആ ഫോർമുല എന്തായിരുന്നു? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു ബി മൈനസ് എ. ഇങ്ങനെയായിരുന്നു ആ ഫോർമുല. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് എടുക്കുന്നു. ഇവിടെ എക്സ് ആറിലാണ് ഉള്ളത്. അപ്പോൾ എക്സ് ആറിലാകുമ്പോൾ നമ്മളിവിടെ രണ്ട് തരത്തിൽ എക്സ് ആറിലാണെങ്കിൽ ഇത് ഇവിടെ എവിടെയാണ് എക്സ് കിടക്കുന്നത്. അപ്പം എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ 0 ഉണ്ടാവും. അപ്പം ഞാനിവിടെ 3 കേസായിട്ട് എടുക്കുന്നു. 1 എക്സ് ഈക്വൽ ടു 0, 2 എക്സ് ലെസ് ദാൻ 0, 3 എക്സ് ഗ്രേറ്റർ ദാൻ 0. ഞാൻ ഫസ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് എടുക്കുന്നത്. ഈ കേസാണ് എടുക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0x എടുക്കാം. അതായത് 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കറിയാം. കാരണം എന്താ? എഫ് ഓഫ് 0 ഈക്വൽ ടു ഇ റേസ് ടു 0 ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു എൻ പോയിൻറ്റിൻ്റെ വാല്യൂയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6ൽ ഡിവിഷൻ 0 എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ 0. മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് എന്താ? ഇതാണ് ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം ഇത് കണ്ടിന്യൂസ് ആണ്, ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ല, അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് എന്തൊക്കെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ എവിടെ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0x. ഈ ഇൻ്റർവെൽ എടുക്കുന്നതിലാണ് കേട്ടോ നമുക്ക് ആൻസറിലേക്ക് എത്തുക. അതുപോലെ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 0x. So we can apply mean value theorem to f of x on 0x. ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore there exists ഒരു c belongs to 0x such that f of n point x minus left n point 0, അപ്പോൾ f of 0 equal to f dash c into x minus 0. ഇവിടെയുള്ള രണ്ടിൻ്റെ ഡിഫറൻസ് x minus 0 ഇങ്ങനെ കിട്ടും. ഇനി എഫ് ഓഫ് എക്സിനൊക്കെ വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 0 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ദിസ് ഇംപ്ലൈസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു 0 1 ആണ്, ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു എക്സ്. ഇതിൽ ഈ എഫ് ഡാഷ് സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഞാൻ നോക്കി നോക്ക്. സി എവിടെ നിന്നാണ് എടുത്തത്? ഓപ്പൺ ഇൻ്റർവെൽ 0x എന്നാണ്. ഓപ്പൺ ഇൻ്റർവെൽ 0x എന്നാൽ ഈ ഭാഗമാണ്. ഇതാണ് 0, ഇങ്ങോട്ടാകുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. അതിൽ ഈ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഡാഷ് സി ഹിയർ എഫ് ഡാഷ് സി 1നേക്കാളും കൂടുതലായിരിക്കും. സോ ഹിയർ എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് ഇ റേസ് ടു എക്സ് മൈനസ് 1. എഫ് ഡാഷ് സിക്ക് ഗ്രേറ്റർ ദാൻ 1 എന്ന് കൊടുത്താൽ എന്താ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഡാഷ് സി കാണുന്നതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇവിടെ ഈക്വൽ ടു മാറിയിട്ട് ഇൻഇക്വാലിറ്റി ആവും. എഫ് ഡാഷ് സിക്ക് 1 കൊടുക്കുക, മറ്റേത് എക്സ് 1 ഇൻറ്റു എക്സ്. ദിസ് ഇംപ്ലൈസ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദിസ് ഇംപ്ലൈസ് ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 1 + x. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു.
അപ്പോൾ അത് നോട്ട് ഇതുപോലെ എഴുതി വെക്കുക കേട്ടോ. ഇനി കേസ് 2 എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഇൻ്റർവെല്ലിൽ ഇത് 0 എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ 0ൻ്റെ ഇപ്പുറമായിരിക്കും എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ കിട്ടും. ഈ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഏത് ഇൻ്റർവെല്ലാണ്, എക്സ് 0-ൽ. ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 0 എക്സ് 0. അപ്ലൈ എന്ത് ചെയ്യണം, മീൻ വാല്യൂ തിയറം ടു എഫ് എവിടെ, ഓൺ എക്സ് 0-ൽ അപ്ലൈ ചെയ്യണം. ദെയർഫോർ ദർ എക്സിസ്റ്റ് എന്തുണ്ടാവും, ഈ എക്സ് 0 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഒരു സി ഉണ്ടാവും. ദർ എക്സിസ്റ്റ് സി ബിലോങ്സ് ടു എക്സ് 0 സച്ച് ദാറ്റ് എന്താ വരിക, എഫ് ഓഫ് റൈറ്റ് ആൻഡ് പോയിൻ്റ് എന്താ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 മൈനസ് ലെഫ്റ്റ് ആൻഡ് പോയിൻ്റ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു എഫ് ഡാഷ് സി ഉണ്ടാകും ഇൻറ്റു എന്ത് വേണം, 0 മൈനസ് എക്സ്. അപ്പോൾ 0 മൈനസ് എക്സ്. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് 0 എന്താ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ e raised to 0 1 ആണ്. അപ്പോൾ 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു മൈനസ് എക്സ്. ഇനി എഫ് ഡാഷ് സി എന്താ, എഫ് ഡാഷ് സി നമ്മളെ ചിത്രം ഇതാണ്, ഇങ്ങനെയാണ് ചിത്രം പോകുന്നത്. ഇപ്പം നമ്മൾ എക്സ് ലെസ് ദാൻ 0 ആണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഈ സൈഡ് ഗ്രാഫ് 1-നേക്കാളും താഴെയല്ലേ കിടക്കുന്നത്, 1-ൻ്റെ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്, എഫ് ഡാഷ് സി. വേറൊരു കാര്യമുണ്ടേ, ഇവിടെ എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് എങ്ങനെയാണ് വന്നത് എന്നറിയോ, ഒരു മിനിറ്റ്. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫിൻ്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. അപ്പോൾ e raised to x ഓപ്പൺ ഇൻ്റർവെൽ 0 എക്സിൽ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും, 1-നേക്കാളും മുകളിലാണ്. ചിത്രം കണ്ടില്ലേ, 1-നേക്കാളും ഇതിനേക്കാളും മുകളിലാണ് വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e raised to c ആണ്. ഇവിടെ സി എവിടെയാണ് കിടക്കുന്നത്, സി ബിലോങ്സ് ടു എക്സ് 0-ലാണ്. എക്സ് 0 എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഗ്രാഫ് വരുന്നത്, ഇങ്ങനെ ഒരു ഗ്രാഫിൽ ഇതാണ് എക്സ് 0, ഇവിടെയാണ് എക്സ് 0. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് സി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് 1, ഈ 1-ൻ്റെ താഴെയാണ് ഈ ഭാഗത്തുള്ളതൊക്കെ. അപ്പോൾ എഫ് ഡാഷ് സി എന്താവും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ദിസ് ഇംപ്ലൈസ് എഫ് ഡാഷ് സി ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് എന്തായി, ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, e raised to x ഈക്വൽ ടു മൈനസ് എക്സ് എഫ് ഡാഷ് സി. എഫ് ഡാഷ് സിക്ക് ലെസ് ദാൻ 1 എന്ന് കൊടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ ഇതെന്താവും, എഫ് ഡാഷ് സി കാണുന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് എന്നാവും. മൈനസ് എക്സ് എന്നാകുമ്പം ഇതിനെ മൈനസ് e raised to എക്സിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക, മൈനസ് എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താവും, 1 പ്ലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു e raised to എക്സ്. ദിസ് ഇംപ്ലൈസ് ഇതിനെ തിരിച്ചെഴുതിയാൽ എന്താവും, e raised to എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ്. ഇത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. അപ്പോൾ ആ കേസും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് കേസ് 3 എന്താ, കേസ് 3 എക്സ് ഈക്വൽ ടു 0. കേസ് എക്സ് അത് നിങ്ങൾ എഴുതിയായിരുന്നു. കേസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഇൻഇക്വാലിറ്റിയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക, e raised to 0 എന്ന് പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ്. ആ 1-നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ
ഇ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് എന്നുള്ളതിൽ കൊടുത്താൽ ഇ റേസ് ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 0. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഈസ് ട്രൂ. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ശരിയാണ്. അതുകൊണ്ട് നമ്മളിത് പ്രൂവ് ചെയ്തു. ഇപ്പം നോട്ട് എഴുതണേ. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂവ് ദാറ്റ് മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എഫ് എഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ സൈൻ എക്സ് എടുക്കുന്നു. സൈൻ എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ പോവുകയാണ്, ഇങ്ങനെ പോവുകയാണ്. ഇതെന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണ്, അവിടെ ഡിഫറൻഷ്യബിളുമാണ്. അപ്പം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ. അപ്പോൾ നമുക്കൊരു ഇൻ്റർവെൽ കിട്ടണം മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ. അപ്പം ഇവിടെ 0 ആണെന്നറിയാം. എക്സ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 0ൻ്റെ റൈറ്റ് സൈഡിൽ എവിടെയോ ആയിരിക്കും എക്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻ്റർവെൽ 0x കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ 0x, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0x. അങ്ങനെയാണെങ്കിൽ അപ്ലൈ എന്ത് മീൻ വാല്യൂ തിയറം എവിടെ? അപ്ലൈ മീൻ വാല്യൂ തിയറം ടു എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0x. എന്താ വരിക? എഫ് ഓഫ് റൈറ്റ് ഹാൻഡ് പോയിൻ്റ് എഫ് ഓഫ് എക്സ്, ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് എഫ് ഓഫ് 0, എഫ് ഡാഷ് സി ഇൻറ്റു ഇത് മൈനസ് ഇത്, റൈറ്റ് ഹാൻഡ് പോയിൻ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ്. ഇവിടെ ഒരു സെൻറ്റൻസ് എഴുതാണ്. ദർ എക്സിസ്റ്റ് സി ബിലോങ്സ് ടു ഓപ്പൺ 0x സച്ച് ദാറ്റ്. ഇനി എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, എഫ് ഓഫ് 0 സൈൻ 0 ഈക്വൽ ടു എഫ് ഡാഷ് സി എന്താ? എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആയതുകൊണ്ട് ഇവിടെ എഫ് ഡാഷ് എക്സ് കോസ് എക്സ് ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ എഫ് ഡാഷ് സി എന്തായി? കോസി ആയി. അപ്പോൾ കോസി ഇൻറ്റു എക്സ്, എക്സ് കോസി. ദിസ് ഇംപ്ലൈസ് സൈൻ എക്സ് മൈനസ് സൈൻ 0 എന്താ? 0. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു എക്സ് കോസി. ഇനി നമുക്കറിയാം കോസ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും -1 +1 ഇടയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് സീൻ്റെ വാല്യൂ -1 +1 ഇടയ്ക്കായിരിക്കും. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എക്സ്, മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എക്സ് എന്ത് കിട്ടും? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കോസി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എല്ലാ സ്ഥലത്തും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ എക്സ് കോസി എന്താ? എക്സ് കോസി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുത്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ വി ഹാവ് പ്രൂവ്. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ പ്രൂവ് ദാറ്റ് 1 + x ഹോൾ റേസ് ടു ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + α(x) ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ആൽഫ ഗ്രേറ്റർ ദാൻ 1. ഇവിടെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിനെ 2 കേസായിട്ട് എടുക്കുന്നു. കേസ് 1 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0, രണ്ടാമത്തത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. അതായത് 0ൻ്റെ താഴെയുള്ളത് 0ൻ്റെ മുകളിലുള്ളത്, അങ്ങനെ വേറെ വേറെ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, 0-നേക്കാളും വലുതാണ് എക്സ്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ കിട്ടി. ആ ഇൻ്റർവെല്ലിലേക്കാണ് നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് 1 + x ഹോൾ റേസ് ടു ആൽഫയാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്ക് ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ആൽഫ 1 + x റേസ് ടു ആൽഫ -1, സാധാരണ ഡിഫറൻസിയേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എവിടെ? കണ്ടിന്യൂസ് ഓൺ 0x. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ഓൺ
ഓപ്പൺ ഇൻ്റർവൽ 0x. ഡിഫറൻഷ്യബിൾ ഇത് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? 1 + x raised to alpha minus 1. ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആൽഫ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, പോസിറ്റീവാണ്. അതുകൊണ്ട് ഈ 1 + x മുകളിൽ തന്നെയാണ് കിടക്കുന്നത്, താഴെയല്ല. അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണ്. അപ്ലൈ എന്ത് മീൻ വാല്യൂ തിയറം ടു എഫ് എവിടെ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0x. അപ്പം ദർ എക്സിസ്റ്റ് സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0x സച്ച് ദാറ്റ് റൈറ്റ് ഹാൻഡ് പോയിന്റ് എഫ് ഓഫ് എക്സ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് എഫ് ഓഫ് 0 is equal to f dash c into right minus left. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 + x ഹോൾ റേസ് ടു ആൽഫ നമ്മൾ എടുത്ത ഫംഗ്ഷനാണ്. മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്തിൽ 0 കൊടുക്കുക. അപ്പം 1 + 0 റേസ് ടു ആൽഫ ഈക്വൽ ടു എഫ് ഡാഷ് സി. എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഇതാണ്. അപ്പോൾ എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എക്സ് കാണുന്നിടത്തിൽ സി ഇട്ട് കൊടുക്കുക. അപ്പോൾ റേസ് ടു ആൽഫ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് വരും. ഇവിടെ 1 + x ഹോൾ റേസ് ടു ആൽഫ 1 + 0 എന്ന് പറഞ്ഞാൽ 1 റേസ് ടു ആൽഫ എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഏത് പവർ എടുത്തിട്ടുണ്ടെങ്കിൽ 1 പോസിറ്റീവ് പവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു -1. ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 + അയ്യോ ഇത് 0 ആണ്, റൈറ്റ് മൈനസ് ലെഫ്റ്റ് അല്ലേ. അപ്പോൾ ആൽഫ ഇൻറ്റു 1 + c റേസ് ടു ആൽഫ മൈനസ് 1 ഇൻറ്റു എക്സ്. ഇനി നിങ്ങൾ നോക്കുക, ഈ -1 മറ്റെവിടേക്ക് എടുത്താൽ എന്താവും? 1 + x ഹോൾ റേസ് ടു ആൽഫ ഈക്വൽ ടു 1 + ആൽഫ എക്സ് ഇൻറ്റു 1 + c ഹോൾ റേസ് ടു ആൽഫ മൈനസ് 1. നമുക്ക് വേണ്ടത് ഈ 1 + x ഹോൾ റേസ് ടു ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + ആൽഫ എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്ന ടേം 1 + c ഹോൾ റേസ് ടു ആൽഫ മൈനസ് 1 ആണ്. ഇതിന് നമുക്ക് എന്താ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അതായത് ഇവിടെ ഉള്ള ഈ ഈക്വൽ ടു സൈൻ മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ളത് ഇത് ഫുള്ള് അവിടെ ഉണ്ട്, പക്ഷേ ഇത് അവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ സാധനത്തിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടിയാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. അപ്പം നോക്കി നോക്കുക, 1 + c റേസ് ടു ആൽഫ മൈനസ് 1. ആൽഫ മൈനസ് 1 പോസിറ്റീവാണ്. സി ആണെങ്കിൽ എക്സ് 0-നേക്കാളും വലിയൊരു നമ്പറാണ്. അപ്പോൾ 0-നേക്കാളും വലിയ നമ്പർ ആവുന്ന സമയത്ത് സി ഗ്രേറ്റർ ദാൻ 1 ആണ്, സി ഗ്രേറ്റർ ദാൻ 0 ആണ്. സി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1 + c ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി ആൽഫ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫേനെ കുറിച്ച് പറഞ്ഞത് ആൽഫ ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആൽഫ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ 0-നേക്കാളും വലിയൊരു നമ്പർ, ഇത് 1-നേക്കാളും വലിയൊരു നമ്പർ. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 + x റേസ് ടു ആൽഫ ഈ ക്വാണ്ടിറ്റിക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + ആൽഫ എക്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മൾ റിക്വയർഡ്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ്. ഇനി കേസ് 2 ഒന്ന് നോക്കാം നമുക്ക്. കേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ലെസ് എക്സ് ലെസ് ദാൻ 0. ഇതാണ് കേസ് 2. നമ്മൾ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇത് -1, ഇത് 0. ഇതിൻ്റെ ഇടയ്ക്കാണ് എക്സ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഇൻ്റർവൽ, ഈ ഇൻ്റർവൽ എടുക്കുന്നതിലാണ് കേട്ടോ കാര്യം. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു സൈഡ് എക്സും ഒരു സൈഡ് 0യും കിട്ടത്തക്ക രീതിയിൽ വേണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ മീൻ വാല്യൂ തിയറം. എവിടെ മീൻ വാല്യൂ തിയറം ടു x0. x0. therefore എന്തുണ്ടാവും? there exists c belongs to open x0 such that right 0 ആണ്. അപ്പോൾ f of 0 minus left f of x equal to f dash c into right minus left
0 മൈനസ് എക്സ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എന്തായിരുന്നു? ഫങ്ഷൻ 1+x ഹോൾ റേസ് ടു ആൽഫ ആയിരുന്നു. എഫ് ഡാഷ് എക്സ് ആൽഫ ഇൻറ്റു 1+x ഹോൾ റേസ് ടു ആൽഫ -1 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് 0 എന്തായി? 1+0 റേസ് ടു ആൽഫ ഈക്വൽ ടു 1 റേസ് ടു ആൽഫ ഈക്വൽ ടു 1. എഫ് ഡാഷ് സി എന്തായി? എഫ് ഡാഷ് സി ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1+c ഹോൾ റേസ് ടു ആൽഫ -1. ഇതൊക്കെ ഇവിടെ കൊടുത്താൽ എന്താവും? എഫ് ഓഫ് 0 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1+x ഹോൾ റേസ് ടു ആൽഫ ഈക്വൽ ടു ആൽഫ 1+c ഹോൾ റേസ് ടു ആൽഫ -1 ഇൻറ്റു -x. ഈ -xന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 1+x, ഈ 1+x റേസ് ടു ആൽഫിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1+x ഹോൾ റേസ് ടു ആൽഫ ഇൻറ്റു അല്ല ഇവിടെ ഇത് കൊടുത്തില്ല, ഇത് മൊത്തത്തിലല്ലേ കൊണ്ടുവരുന്നത്. മൊത്തത്തിൽ കൊണ്ടുവരുമ്പോൾ 1+x ഇൻറ്റു ആൽഫ ഇൻറ്റു 1+c റേസ് ടു ആൽഫ -1 ഈസ് ഈക്വൽ ടു 1+x ഹോൾ റേസ് ടു ആൽഫ എന്ന് കിട്ടും. ഈ റൈറ്റ് സൈഡിലുള്ളതിന് മുഴുവൻ ഞാൻ ലെഫ്റ്റിലേക്കും എടുത്തു, ലെഫ്റ്റ് സൈഡിലുള്ള 1+x ഹോൾ റേസ് ടു ആൽഫേനെ അങ്ങോട്ടും എടുത്തു. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. 1+x റേസ് ടു ആൽഫ ഈസ് ഈക്വൽ ടു 1+ആൽഫ എക്സ് ഇൻറ്റു 1+c റേസ് ടു ആൽഫ -1. ഇവിടെ 1+3 റേസ് ടു ആൽഫ -1 എന്ന് പറയുന്നത് എന്താ വരിക? സി എങ്ങനെയാണ്? സി <0 ആണ്. അപ്പോൾ 1+c എന്ന് പറയുന്നത് സി നെഗറ്റീവ് ആയതുകൊണ്ട്, നെഗറ്റീവും 0ൻ്റെ ഇടയ്ക്കായതുകൊണ്ട് 1+c സി നെഗറ്റീവ്. സി വരുന്നത് എക്സിൻ്റെയും 0ൻ്റെ ഇടയ്ക്ക്. എക്സ് വരുന്നത് -1ൻ്റെ ഇപ്പുറമാണ്. അതായത് ഒരു നെഗറ്റീവ് പോയിൻറ്റ് സംതിങ് ആണ്. നെഗറ്റീവ് പോയിൻറ്റ് സംതിങ് 1 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ആ ഫ്രാക്ഷൻ റേസ് ടു ആൽഫ -1 എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. തോന്നുന്നു ഇവിടെ എവിടെയും തെറ്റിയിട്ടില്ലല്ലോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1+ആൽഫ എക്സ്. അപ്പോൾ നമ്മൾ രണ്ട് കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. therefore 1+x ഹോൾ റേസ് ടു ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1+ആൽഫ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട് എഴുതുക, പഠിക്കുക കേട്ടോ.